നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിലേക്ക് താരങ്ങളെ എടുക്കുന്നത് പ്രകടനം നോക്കിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ ടീമിൽ ഉണ്ടാവേണ്ടതായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ദേശീയ ടീമിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പറയുന്നത് ബ്രസീലിയൻ താരം ആൻഡേഴ്സൺ ടാലിസ്കയാണ്. നമുക്കറിയാം, 32കാരനായിട്ടുള്ള ആൻഡേഴ്സൺ ടാലിസ്ക ബ്രസീലിൻ്റെ സീനിയർ ടീമിനായിട്ട് ഒരിക്കൽ പോലും കളിച്ചിട്ടില്ല. ബ്രസീലിൻ്റെ അണ്ടർ 20, അണ്ടർ 23 ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. മികച്ച സ്ട്രൈക്കറായിട്ട് ഒരു ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നയാളാണ്. യൂറോപ്പിൽ ബെൻഫിക്കയിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചിരുന്നു. പിന്നെ ബെസിക്ടാസ് കളിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ചൈനീസ് ലീഗ് പോയി കളിച്ചു. പിന്നെ അൽ നസറിലേക്ക് 2021 2025 വരെ അവിടെ മോശമല്ലാത്ത പ്രകടനം നടത്തിയ താരം അതിനുശേഷം ഫെണർബാഷയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഫെണർബാഷയുടെ ഒരു കളിക്ക് ശേഷം ഫെണർബാഷ ഒളിമ്പിക് ലിയോൺ മത്സരം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ക്വാളിഫയിങ് റൗണ്ട് പ്ലേ ഓഫ് ലെഗ് മത്സരമാണ്. ആ മത്സരത്തിൽ കളിച്ചതിന് ശേഷം താരം TNT സ്പോർട്സിനോട് സംസാരിക്കവെയാണ് ദേശീയ ടീമിനെ കുറിച്ച് താനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന കാര്യം തുറന്നടിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നും അദ്ദേഹം പറയുന്നു, ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദി നാഷണൽ ടീം. ഇപ്പോൾ ദേശീയ ടീമിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. കാരണം അത് കളിയിലെ പ്രകടനമനുസരിച്ചാണ് ടീമിലേക്ക് എടുക്കുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി അവിടെ എത്തേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയല്ല സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദേശീയ ടീമിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല എന്നാണ് ടാലിസ്ക പറയുന്നത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിനെ അടുത്ത മത്സരങ്ങൾക്കായിട്ട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ അടുത്ത ഇന്ത്യയിലേക്ക് അടക്കം വരാനുള്ള ടീമിനെ അദ്ദേഹം പ്രഖ്യാപിക്കും. ഓസ്ട്രേലിയക്കെതിരെ 2 മത്സരങ്ങളും ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കെതിരെ 1 മത്സരവുമാണ് ബ്രസീൽ ഇനി കളിക്കാൻ പോകുന്നത്. അതിനുള്ള സ്കോഡൊക്കെ പ്രഖ്യാപിക്കാനിരിക്കവെയാണ് ഇത്തരത്തിൽ ആൻഡേഴ്സൺ ടാലിസ്ക തുറന്നടിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.